ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ 15ഓളം കോഴ്സുകൾ നമുക്ക് ഉടൻ തന്നെ അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ വിവരങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാം. ആദ്യമായി നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 50 ഷിപ്പുകളുടെ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അതായത് 50ാമത്തെ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നത് MSC പാറ്റ്നാരി 3 എന്നുള്ള ഷിപ്പാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുശേഷം വന്ന ഷിപ്പ് എന്ന് പറയുന്നത് 51ാമത്തെ ഷിപ്പ് എന്ന് പറയുന്നത് MSC സരിസ്ക 5 എന്നുള്ളൊരു ഷിപ്പാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് പനാമ ഫ്ലാഗുമായിട്ടാണ് ഇവിടെ എത്തിയത്. ആഫ്രിക്കൻ രാജ്യമായ ഡർബനിൽ നിന്നുമാണ് വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നത്. അതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 294.3 മീറ്റർ നീളവും 32.22 മീറ്റർ വീതിയുമാണ് ഇതിലുള്ളത്. അതിൻ്റെ ഡ്രാഫ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 13.7 മീറ്ററാണ് അതിൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത്. അതിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 20.6 നോട്ടിക്കൽ മൈലാണ് സ്പീഡ് വരുന്നത്. അതായത് 13/11/2024 രാവിലെ 11:38 മണിയോടുകൂടിയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ കണ്ടെയ്നറുകളുമായി സൂററ്റിലേറ്റ് പോയത്. അന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഷിപ്പാണ് 52ാമതായി എത്തിച്ചേർന്ന MSC ക്രിസ്റ്റൽ. അതിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 277 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമാണ് അതിനകത്തുള്ളത്. അതിൻ്റെ ഡ്രാഫ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 10.6 ഡ്രാഫ്റ്റ് വരുന്നത്. അതിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 20.2 അതിൻ്റെ സ്പീഡ് വരുന്നത്. മുണ്ട്രയിൽ നിന്നാണ് രാവിലെ 6:30 മണിയോടെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേർന്ന ഷിപ്പ് കണ്ടെയ്നറുകളെല്ലാം കയറ്റിയതിന് ശേഷം കൊളംബോയിലേക്ക് പോയി. 53ാമത്തെ ഷിപ്പായ MSC എൽസ 3 എന്നുള്ളത് സലാലയിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 183.91 മീറ്റർ നീളവും 25.3 മീറ്റർ വീതിയുമാണ് അതിനകത്തുള്ളത്. ഡ്രാഫ്റ്റ് നോക്കുകയാണെങ്കിൽ 9.6 മീറ്ററാണ് ഡ്രാഫ്റ്റ് വരുന്നത്. അത് ലൈബീരിയ ഫ്ലാഗാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്ന ഷിപ്പ് എന്ന് പറയുന്നത് 54ാമതായി എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പ് MSC പാറ്റ്നാരി 3 ആണ് 54ാമതായി വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് 50ാമത് എത്തിച്ചേർന്നിരിക്കുന്ന പാറ്റ്നാരി 3 തൂത്തുക്കുടി പോർട്ടിൽ പോയതിനു ശേഷം അവിടെ കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും വിഴിഞ്ഞം പോർട്ടിലോട്ട് വരികയായിരുന്നു. അതായത് 14/11/2024 ഈ പാറ്റ്നാരി 3 വീണ്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് എത്തിച്ചേർന്നത്. 1:45 PM വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പാറ്റ്നാരി 3 എന്നുള്ള ഷിപ്പ് 1000 കണ്ടെയ്നറുകളുടെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം 3:30 മണിയോടുകൂടി ഇവിടെ നിന്നും തിരിച്ച് ചെന്നൈയിലേക്ക് പോയി. 14/10/2024 55ാമത്തെ MSC സൃഷ്ടി എന്നുള്ള ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് വരികയായിരുന്നു. ഇതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 294 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമാണ് ഇതിനകത്തുള്ളത്. ഡ്രാഫ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 10.6 മീറ്ററാണ് അതിൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത്. സ്പീഡ് നോക്കുകയാണെങ്കിൽ 19.5 ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ലൈബീരിയയാണ് അതിൻ്റെ ഫ്ലാഗ് വരുന്നത്. അസാപ്പിൽ പുതിയതായിട്ടൊരു കോഴ്സ് കൂടി വന്നിട്ടുണ്ട്. ഫീസ് ഇല്ലാത്ത പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് സോളാർ പാനൽ ഇൻസുലേഷൻ ടെക്നീഷ്യനാണ് ഇതിനകത്ത് വരുന്നത്. PMKVY ആണ് ഇത്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ സോളാറിൻ്റെ പങ്ക് വലുതാണ്. തൊഴിൽ സാധ്യതയുള്ള ഈ കോഴ്സ് 600 മണിക്കൂർ ആണ് പഠിക്കേണ്ടത്. നേരിട്ടാണ് പഠനം. അസാപ്പ് ESSCI സ്കില്ലിംഗ് ഇന്ത്യ ഇൻ ഇലക്ട്രോണിക്സ് ആണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ഇലക്ട്രിസിറ്റി ആൻഡ് സോളാർ എനർജി. 2. കമ്പൈനിങ് ഫോർ സോളാർ PV സിസ്റ്റം. 3. റോൾ ഓഫ് സോളാർ പാനൽ ഇൻസുലേഷൻ ടെക്നീഷ്യൻ. 4. സോഫ്റ്റ് സ്കിൽ വർക്ക് എത്തിക്സ്. 5. ബേസിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസ്. 6. എംപ്ലോയബിലിറ്റി സ്കിൽ. ഇത്രയുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒക്കെ ഇത് പഠിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. +2 പഠിച്ചിട്ടുള്ളവർക്കും 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സിൽ NTC 2 വർഷം പോയിട്ടുള്ളവർക്കുമാണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് കഴിയുന്നത്.
ഇനി അസാപ്പിൽ നാളെ അവസാനിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിസിനസ് അനലിറ്റിക്സ് 1, 2 സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കോഡിംഗ് സ്കിൽ, മൂന്നാമത്തേത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ അഡ്വാൻസ്ഡ് ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, നാലാമത്തേത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം, അത് ഓൺലൈൻ ക്ലാസ്സാണ്, അഞ്ചാമത്തേത് ഫുൾ സ്റ്റാക്ക് NET വിത്ത് മീൻ സ്റ്റാക്ക്, ആറാമത്തേത് ഫുൾ സ്റ്റാക്ക് ജാവ വിത്ത് മീൻ സ്റ്റാക്ക്, ഏഴാമത്തേത് GST യൂസിങ് ടാലി, എട്ടാമത്തേത് പൈത്തോൺ ഫോർ ഡാറ്റ മാനേജ്മെൻറ്റ്, ഒൻപതാമത്തേത് ആൻറ്റി സർട്ടിഫൈഡ് അസോസിയേറ്റ് ആർട്ടിസ്റ്റ്, പത്താമത്തേത് ആൻറ്റി സർട്ടിഫൈഡ് അസോസിയേറ്റ് ഗെയിം ഡെവലപ്പർ, 11 VR ഡെവലപ്പർ, 12 വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ടെക്നീഷ്യൻ, 13 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡെവലപ്പർ, 14 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഫോർ സ്റ്റുഡൻറ്റ്, 15 സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻട്രലിസ്റ്റ്. ഇത്രയും കോഴ്സുകൾ നാളെ അതിൻ്റെ ഡേറ്റ് അവസാനിക്കുകയാണ്. ഇതിൽ താല്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാം. ഇത്രയും വിവരങ്ങളാണ് എനിക്ക് നൽകാനുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി നൽകാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.